ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന കൊല്ലം ആശ്രാമം മൈതാനം ഇനി വേദിയാവുക കൊല്ലം പൂരത്തിനാണ്. തൊട്ടടുത്തു തന്നെയുള്ള ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു ഉത്സവത്തോടനുബന്ധിച്ചാണ് കൊല്ലം പൂരം അരങ്ങേറുന്നത്. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരവും ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായി മാറിയെന്ന പ്രത്യേകതയുമുണ്ട്. ഇത്തവണത്തെ കലോത്സവത്തിന്റെ പ്രധാന വേദിയായിരുന്ന ആശ്രാമം മൈതാനവും 13ാം വേദിയായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമാണ് കൊല്ലം പൂരത്തിന്റെ പ്രധാന വേദികളായി മാറുന്നത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന മത്സരങ്ങളും ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളും നടന്നത് ആശ്രാമം മൈതാനത്തായിരുന്നു. ക്ഷേത്രകലകളായ പഞ്ചവാദ്യം, ചെണ്ടമേളം, കഥകളി സംഗീതം, വഞ്ചിപ്പാട്ട് തുടങ്ങിയവയ്ക്ക് മത്സരവേദിയായി തീർന്നത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയമാണ്. തൃശൂർ പൂരത്തിന്റെ മാതൃകയിൽ 1992 കൊല്ലം പൂരം ആരംഭിച്ചത്. കൊല്ലം ജില്ലയിലെ 13 ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരുടെ തിടമ്പുമായി കൊമ്പനാനകളും വാദ്യമേളങ്ങളും ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെയാണ് പൂരം ആരംഭിക്കുന്നത്. ഗജവീരന്മാരുടെ നീരാട്ടിനും ആനയൂട്ടിനും ശേഷം തിരുമുൻപിൽ മേളം നടക്കും. പിന്നീട് താമരക്കുളം മഹാഗണപതി ക്ഷേത്രത്തിലെയും പുതിയകാവ് ദേവി ക്ഷേത്രത്തിലെയും സംഘങ്ങൾ ആശ്രാമം മൈതാനത്ത് മുഖാമുഖം അണിനിരന്ന് നടത്തുന്ന കുടമാറ്റം കൊല്ലം പൂരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണീയതയാണ്. അതേക്കുറിച്ച് കൊല്ലം പൂരം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീവർദ്ധനൻ പറയുന്നു. ഇതിൻ്റെ പ്രധാന വേദിയായി മാറിയ ആശ്രാമം മൈതാനവും ഈ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ഭൂമി ആയിരുന്ന സ്ഥലമാണ്. കൊല്ലം പൂരത്തിൻ്റെ ചടങ്ങുകൾ ആശ്രാമം മൈതാനത്ത് 15 വീതമുള്ള 2 ഗ്രൂപ്പായി. പുതിയകാവ് ദേവിയുടെ ഭാഗത്ത് 15, താമരക്കുളം ഗണപതിക്ക് വേണ്ടി 15 ആനകൾ വീതം അണിനിരന്ന് തൃശ്ശൂരിലെ പോലെ തന്നെ ഒരുപക്ഷെ അതിലും ഒരു പടി കൂടി നല്ല രീതിയിൽ, ആകർഷകമായ രീതിയിൽ കുടമാറ്റവും അനുബന്ധ ചടങ്ങുകളും നടക്കും. കൊല്ലം പൂരം നടക്കുന്ന 2 പ്രധാനപ്പെട്ട ഇടങ്ങളും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികളാക്കിയ സർക്കാരിന് കൊല്ലം പൂരം കമ്മിറ്റി ഹൃദയത്തിന്റെ ഭാഷയിലാണ് കൃതജ്ഞത അറിയിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആളും ആരവവും ഒഴിഞ്ഞു. കലോത്സവത്തിന് വേദിയായ ആശ്രാമം മൈതാനത്തും ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി പരിസരത്തും ഇനി നടക്കാനിരിക്കുന്നത് കൊല്ലം പൂരമാണ്. ആ മഹാപൂരത്തിനായി നമുക്ക് കാത്തിരിക്കാം. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.